ഹായ് ഹലോ, ഇന്ന് നമുക്കൊരു ഈസി മുട്ടക്കറി ആയാലോ? കുക്കർ എഗ് കറി. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ കുക്കറിൽ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് അമ്മയുടെ സ്പെഷ്യലാണ്. അമ്മ ഈസി ആയിട്ട് ഇങ്ങനെയാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ കുക്കറിൽ എണ്ണയുണ്ട്, അതിൽ കടുക് പൊട്ടിച്ച് വറ്റൽ മുളകിട്ട്, പച്ചമുളകിട്ടു, പിന്നെ സവോള ഇട്ടു. ഇനി എന്തോന്നിടും അമ്മ? ഇത് എത്ര സവാള ഉണ്ട്? 5 സവാള. എത്ര മുട്ടയ്ക്ക്? 8 മുട്ടയ്ക്ക് 5 സവാള, 3 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് എണ്ണ, ഒരു 3 സ്പൂൺ എണ്ണ, ബാക്കി നേരത്തെ പറഞ്ഞ സാധനങ്ങൾ. ഇനി എത്ര സ്പൂൺ മുളക് പൊടി ഇടും? ഇത് നല്ല വശം ഒരു ചുമന്ന കളറാകുമ്പം, നല്ല കളർ വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടിയും വേറൊരു ചീനിച്ചട്ടിയിലിട്ട് വറുത്തിട്ടാൽ നല്ല കളറും കിട്ടും, നല്ല ടേസ്റ്റും കിട്ടും. 2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും ഇതും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരുപാടിട്ട് വഴറ്റണ്ട, കാരണം നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചീനിച്ചട്ടിയിലിട്ട് വറുത്തിട്ടാണ് ചേർത്തത്, അല്ലെങ്കിൽ കറുത്തു പോകും. ഇനി എന്തോ അമ്മ? ഈ ആവശ്യത്തിന് വെള്ളം ചേർക്കണം. ഗ്രേവി എത്ര വേണോ ആ അളവിന് വെള്ളം ചേർക്കണം അല്ലേ? ഇനി ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. ആ മസാല ഇടാൻ സമയത്ത് ചേർത്ത അത്രയും നല്ല ഇത് വിട്ടുപോയതാണ്. ശകലം മഞ്ഞൾപ്പൊടി. എത്ര സ്പൂൺ വരും? ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ലാസ്റ്റ് ഇട്ടാൽ മതി. മസാലപ്പൊടി, ഗരം മസാല, അതായത് ഈ വെള്ളമൊക്കെ ചേർത്തിട്ട് മസാലപ്പൊടി ഇട്ടാൽ മതി. മണം കൂടുതൽ നിൽക്കും, അതിനാണ് അങ്ങനെ ഇട്ടത്. ഒരു വിസിൽ കേൾപ്പിക്കും. ഇത് അടച്ചു വെച്ച് ഒരു വിസിൽ കേൾപ്പിക്കണം. മുട്ട വേവിച്ച് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. ഇതിൽ ചേർത്ത് വിസിൽ കേൾപ്പിച്ചാൽ മുട്ട കറുത്തു പോവും, വെന്ത് പോവും. അപ്പോൾ ഇത് ഒരു വിസിൽ കേട്ടതിന് ശേഷം ഉപ്പെല്ലാം നോക്കി സെറ്റാക്കിയതിന് ശേഷം മുട്ട ചേർത്ത് സെർവ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ, ഈസി. പിന്നെ ഇവിടെ ഇടിയപ്പവും മുട്ടക്കറി. ഒറ്റ വിസിൽ മതി, ഗ്യാസ് ഓഫ്. ഇനി ഇതിൻ്റെ ആവി പോകുമ്പോൾ സെറ്റ്, മുട്ടക്കറി സെറ്റ്. ഇതാണ് പരുവം. അതായത് ഇവിടെ ഇത്ര ഗ്രേവിക്ക് ഇത്ര ഇത് മതി, ഇച്ചിരെങ്കിലും കട്ടി വേണം, അതുകൊണ്ട് ഇങ്ങനെ. ഇനി നമുക്ക് ഓരോരോ പ്ലേറ്റിലോട്ടാക്കിയിട്ട് ആവശ്യത്തിന് മുട്ട എടുത്തിട്ട് സെർവ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ മുട്ടക്കറി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം.